നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ബീട്രൂട്ടിൽ നമ്മളിൽ പലർക്കും അറിയാത്ത നിരവധി ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുന്നത് ഒരാളുടെ ആരോഗ്യത്തിലും പ്രതിരോധശേഷിയിലും ഗുണപരമായ ഫലമുണ്ടാക്കുമെന്നതിൽ യാതൊരുവിധ തർക്കവും വേണ്ട. അവ നിങ്ങളുടെ ഭക്ഷണത്തിൽ പോഷകങ്ങൾ, വിറ്റമിനുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, മിനറൽസ് എന്നിവയുടെ സവിശേഷമായ സംയോജനമാണ് നൽകുന്നത്. മാത്രമല്ല ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ ഉന്മൂലനം ചെയ്ത് ദുഷിപ്പുകൾ ഇല്ലാതാക്കാനും ഇവ നമ്മളെ സഹായിക്കും. പലപ്പോഴും നമ്മളൊക്കെ ഒഴിവാക്കുന്നതും എന്നാൽ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു പച്ചക്കറിയാണ് ബീട്രൂട്ട്. നല്ല കടും നിറമുള്ള ബീട്രൂട്ട് വൈവിധ്യമാർന്ന പച്ചക്കറിയാണ്. ഉയർന്ന അളവിൽ നൈട്രേറ്റുകൾ, ബെറ്റാലൈൻ പിഗ്മെൻറ്റുകൾ, ഫൈബർ കൂടാതെ ഫോളേറ്റ്, മഗ്നീഷ്യം, പൊട്ടാസ്യം, വിറ്റമിൻ B6, അയൺ, തയാമിൻ, റൈബോഫ്ലേവിൻ, ഗ്ലൂട്ടാമൈൻ, സിങ്ക്, ചെമ്പ്, സെലീനിയം തുടങ്ങിയ വിവിധ വിറ്റമിനുകളും മിനറൽസും അടങ്ങിയ ഒരു പച്ചക്കറിയാണ് ബീട്രൂട്ട്. ബ്ലഡ് സർക്കുലേഷൻ, മെൻസ്ട്രേഷൻ, ഹെപ്പറ്റോബിലിയറി ഡിസോർഡേഴ്സ് എന്നിവയ്ക്കൊക്കെ സ്ഥിരമായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാം. ബീട്രൂട്ടിൽ കാണപ്പെടുന്ന ഭക്ഷണ നൈട്രേറ്റുകളുടെ സാന്നിധ്യം രക്താതിമർദ്ദത്തിനുള്ള ചികിത്സയിൽ ഫലപ്രദമാണ്. ബീട്രൂട്ടിലുള്ള നൈട്രിക് ഓക്സൈഡ് ഒരു വാസോ ഡയലേറ്ററായി പ്രവർത്തിക്കുന്നു. അതുവഴി ടിഷ്യൂകളിലെ രക്തത്തിന്റെ വ്യാപനം വർദ്ധിക്കുന്നു. ബീട്രൂട്ട് കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന നൈട്രിക് ഓക്സൈഡിന്റെ വർധനവ് ആരോഗ്യമുള്ള ആളുകളിൽ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. കാരണം ബീട്രൂട്ടിൽ അടങ്ങിയ നൈട്രേറ്റുകൾ രക്തക്കുഴലുകളെ വിശ്രമിക്കാൻ സഹായിക്കുന്നു. അങ്ങനെ ഉയർന്ന രക്തസമ്മർദ്ദ അവസ്ഥ കുറയ്ക്കുന്നു. അപ്പോൾ ഹൈ BP ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 200 മുതൽ 250 മില്ലി ഗ്ലാസ് ബീട്രൂട്ട് ജ്യൂസ് അല്ലെങ്കിൽ 80 മുതൽ 100 ഗ്രാം ബീട്രൂട്ട് സാലഡുകളിൽ ചേർത്ത് ദിവസവും നമുക്ക് കഴിക്കാം. അപ്പോൾ അത് ഈ രക്താതിമർദ്ദം അല്ലെങ്കിൽ രക്തപ്രവാഹത്തിലെ തകരാറുകൾ കുറയ്ക്കുന്നതിനും രക്തത്തിൻ്റെ ആരോഗ്യകരമായ അളവ് നിലനിർത്താനുമായിട്ട് സഹായിക്കും. ഇനിയും വിളർച്ച തടയാനായിട്ട് ബീട്രൂട്ടിൻ്റെ ചുവപ്പ് നിറമാണ് സഹായിക്കുന്നതെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. എന്നിരുന്നാലും ബീട്രൂട്ട് ജ്യൂസിൽ ധാരാളം അയൺ, ഫോളിക് ആസിഡ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് ചുവന്ന രക്താണുക്കളെ അതായത് RBCയുടെ രൂപവൽക്കരണത്തിന് സഹായിക്കും. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓക്സിജനും പോഷകങ്ങളും വഹിക്കുന്ന ആരോഗ്യകരമായ രക്തം എത്തുന്നതിന് സഹായിക്കും. സ്ത്രീകളിലെ ആർത്തവ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, വിളർച്ച, ആർത്തവ വിരാമത്തിൻ്റെ ലക്ഷണങ്ങൾ എന്നിവ തടയാനായിട്ട് RBCകളുടെ പുനരുജ്ജീവിപ്പിക്കൽ അനിവാര്യമാണെന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതിനായിട്ട് സാധാരണ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നതിലൂടെ നമുക്ക് ഇത് സഹായിക്കും. നമ്മൾ പറഞ്ഞു ധാരാളം പോഷകങ്ങൾ അടങ്ങിയ ഒരു പച്ചക്കറിയാണ് ബീട്രൂട്ട്. നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുകയോ അല്ലെങ്കിൽ വെറുതെ കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ വേഗത്തിൽ ഓടാനും അല്ലെങ്കിൽ കൂടുതൽ നേരം ക്ഷീണിക്കാതെ നമ്മുടെ എക്സസൈസ് ഒക്കെ ചെയ്യാനും ഒക്കെ ആയിട്ട് സഹായിക്കും. ഇതിലടങ്ങിയിട്ടുള്ള നൈട്രേറ്റുകളും അയണും ഒക്കെ കൂടി ആകുമ്പോൾ നമുക്ക് അത് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനും അതിലൂടെ നമുക്ക് ക്ഷീണം അധികം അനുഭവപ്പെടാതിരിക്കാനും ഒക്കെ ആയിട്ട് അത് സഹായിക്കും. ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ നമ്മുടെ സെൽസിനെ കേടുപാടുകളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും നമ്മുടെ ബ്ലഡിൽ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള ഫ്രീ റാഡിക്കലുകളിൽ നിന്നും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാനും ഒക്കെ ആയിട്ട് സഹായിക്കും. നമുക്കറിയാം ഫ്രീ റാഡിക്കലുകളുടെ അളവ് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരുപാട് ഉയരുകയാണെങ്കിൽ അത് നമ്മുടെ DNA-യും നമ്മുടെ സെല്ലിൻ്റെ സ്ട്രക്ചറിനെയും തന്നെ തകർക്കുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിന് അത് കാരണമായേക്കാം. അതിനൊക്കെയുള്ള ഒരു പ്രതിവിധിയാണ് ബീട്രൂട്ട്. ബീട്രൂട്ട് കഴിക്കുന്നതിൽ നിന്ന് നമുക്ക് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമായിട്ട് ലഭിക്കും. അതുവഴി വീക്കം അടിച്ചമർത്താനും അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വേദന പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഒക്കെ ആയിട്ട് സഹായിക്കും. ഇനി ബീട്രൂട്ടിൻ്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് മലബന്ധ പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ബീട്രൂട്ടിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മളുടെ ദഹന പ്രക്രിയയെ നിയന്ത്രിക്കുകയും മലബന്ധത്തിൽ നിന്നും പെട്ടെന്ന് ആശ്വാസം ലഭിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. ബീട്രൂട്ടിലുള്ള ബെറ്റാലൈനുകൾ നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ദഹന പ്രക്രിയയെ സഹായിക്കും. ബീട്രൂട്ട് കഴിച്ചതിന് ശേഷം വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം ചില നെഗറ്റീവ് ഇഫക്ട്സ് ഒക്കെ കാണാറുണ്ട്. ചിലരുടെ മലം അല്ലെങ്കിൽ മൂത്രത്തിലൂടെയൊക്കെ ഈ നിറം മാറി പോകുന്നതായിട്ട് കാണാം ബീട്രൂട്ട് കഴിച്ചതിന് ശേഷം. അപ്പോൾ അത് മറ്റൊന്നുമല്ല, ഈ ബീട്രൂട്ടിൻ്റെ നിറം നമ്മുടെ ശരീരം പുറന്തള്ളുന്നതാണ്. യൂറിനിലൂടെയും മോഷനിലൂടെയൊക്കെ പുറന്തള്ളുന്നത് മാത്രമാണ്. അല്ലാതെ അത് ഒരു ബ്ലഡിൻ്റെ അംശമായിട്ടൊന്നും കണ്ട് പേടിക്കുകയൊന്നും വേണ്ട. ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുള്ള കളർ പിഗ്മെൻ്റ് ആയിട്ടുള്ള ബിറ്റൂറിയാണ് ഇങ്ങനെ യൂറിനിലൂടെയും മോഷനിലൂടെയൊക്കെ ചുവന്ന കളറായിട്ട് പുറത്തേക്ക് പോകുന്നത്. മനുഷ്യ ലൈംഗിക ഹോർമോണുകളുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട ബോറോണും സമ്പുഷ്ടമായ അളവിൽ ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ തലച്ചോറിൻ്റെ പ്രവർത്തനവും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കും. വാസ്തവത്തിൽ ആരോഗ്യകരമായ മസ്തിഷ്ക പ്രവർത്തനം നിലനിർത്തുന്നതിനും ഡിമെൻഷ്യയെ ഒഴിവാക്കുന്നതിനും ബീട്രൂട്ട് ഫലപ്രദമാണ്. ബീട്രൂട്ടിൽ കാണപ്പെടുന്ന നൈട്രിക് ഓക്സൈഡും ബോറോണും നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുവാനും പ്രായമാകുന്തോറും വൈജ്ഞാനിക പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമൊക്കെ ഫലപ്രദമാണ്. പുരാതന റോമൻ കാലഘട്ടത്തിൽ തന്നെ ചുവന്ന ബീട്രൂട്ട് ഉദ്ധാരണക്കുറവിൻ്റെ പ്രശ്നം പരിഹരിക്കുവാനും ലൈംഗിക തൃഷ്ണ വളർത്തുവാനുമായിട്ടൊക്കെ ഒരു മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ബീട്രൂട്ട് ജ്യൂസ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ലൈംഗിക മരുന്നായി പ്രയോജനപ്പെടുത്തുന്നതിന് നേരിട്ട് ഉപയോഗിക്കുന്നു. ബീട്രൂട്ട് ജ്യൂസിൽ നൈട്രേറ്റുകൾ കൂടുതലായതിനാൽ ഇത് ലൈംഗിക പ്രശ്നങ്ങൾ ചികിത്സിക്കാൻ ഉത്തമമാണെന്ന് ഗവേഷണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ബീറ്റ് ലൈനുകൾ എന്ന ഗ്രൂപ്പ് ഫൈറ്റോ ന്യൂട്രിയൻറ്റുകളുടെ സഹായത്തോടെ ബീട്രൂട്ട് നമ്മുടെ ശരീരത്തിലെ ദോഷകരമായ വസ്തുക്കൾ സ്വാഭാവികമായും നീക്കം ചെയ്യുന്നു.
ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന ബേറ്റാലൈനുകൾ രക്തം, ചർമ്മം, കരൾ എന്നിവയെ ശുദ്ധീകരിക്കുകയും ശരീരത്തിൻ്റെ പ്രവർത്തനം മികച്ച രീതിയിൽ വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഇത് കരളിനെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നും വീക്കത്തിൽ നിന്നും സംരക്ഷിക്കുന്നു. ശരീരത്തിലെ ദുഷിപ്പുകൾ നീക്കുന്ന എല്ലാ സ്വാഭാവിക ഡീറ്റോക്സിഫിക്കേഷൻ എൻസൈമുകളും ഇത് വർദ്ധിപ്പിക്കും. അതിനാൽ നമ്മളുടെ മെറ്റബോളിസം ആരംഭിക്കാനും ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ഡീടോക്സിഫിക്കേഷൻ സവിശേഷതകൾ നൽകാനും ബീട്രൂട്ട് സഹായിക്കും. അതേസമയം ഉയർന്ന അളവിൽ പോഷക ഗുണങ്ങളുള്ള ഇത് ഒരു ശക്തമായ ക്ലെൻസറും കൂടിയാണ്. ബീട്രൂട്ടിൽ കലോറി വളരെ കുറവാണ്. ഒരു കപ്പിന് 60 കലോറി മാത്രമേ ഇതിലുള്ളൂ. കൂടാതെ ഏകദേശം 13 ഗ്രാം കാർബോഹൈഡ്രേറ്റുകളും 4 ഗ്രാം ഫൈബറും ഇതിൽ ഉൾപ്പെടുന്നു. അതിനാൽ തന്നെ ബീട്രൂട്ട് കഴിക്കുന്നത് നിങ്ങളെ കൂടുതൽ നേരം വിശപ്പ് അനുഭവപ്പെടാതെ നിലനിർത്താനായിട്ടും സഹായിക്കും. ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളുടെ ലിസ്റ്റ് തീർന്നിട്ടില്ല. മൈക്രോ പോഷകങ്ങളുടെയും ഫൈറ്റോ ന്യൂട്രിയൻ കണ്ടന്റിൻ്റെയും സാന്നിധ്യമാണ് ബീട്രൂട്ടിനെ ഇത്രയധികം ആരോഗ്യപ്രദമായ ഭക്ഷണമാക്കി മാറ്റുന്നത്. കൂടാതെ പൊട്ടാസ്യം, ഫോളേറ്റ്, മാംഗനീസ്, മഗ്നീഷ്യം, വിറ്റമിൻ സി എന്നിവയും ഒരു പകുതി കപ്പിന് വെറും 30 കലോറിയുമാണ് ഇതിലടങ്ങിയിട്ടുള്ളത്. ബീട്രൂട്ട് നമുക്ക് സാലഡിൽ ചേർത്ത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ അച്ചാറായിട്ടോ, കിച്ചടിയായിട്ടോ, തോരനായിട്ടോ, ഒന്നുമല്ലെങ്കിൽ ജ്യൂസായിട്ടും ഒക്കെ നമുക്കിതിനെ തയ്യാറാക്കി ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ഇനി പച്ചക്കറിക്കടയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ പച്ചക്കറി, അതായത് നമ്മുടെ ബീട്രൂട്ടിനെ ഒഴിവാക്കാതെ അതും കൂടി ഒന്ന് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക.